ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ആണ്. പുതിയൊരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഇതിനു മുമ്പ് സിയിലും C++ലും നമ്മൾ പഠിച്ച കുറേ ഭാഗങ്ങളായിരുന്നു. അതായത് ഡാറ്റ ടൈപ്സ്, അതുപോലെ കീവേഡ്സ്, അതുപോലെ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് അതെല്ലാം പറഞ്ഞത്. പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ജാവയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് കുറച്ചും കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. ഇത് കുറെ കൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ കുറെ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ എല്ലാ എക്സാമ്പിൾസും ഒന്നും നമ്മൾ സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളും പറയുന്ന എക്സാമ്പിൾസ് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റ് എക്സാമ്പിൾസ് നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ്, അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല എക്സാമ്പിൾസ് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി C++ൽ പഠിച്ചിട്ടുണ്ട് ക്ലാസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എ ക്ലാസ് ഡിഫൈൻസ് എ ന്യൂ ഡാറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. ഒരു പുതിയ ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഡാറ്റ ടൈപ്സ് ആണ് ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ പോലെ ഡാറ്റ ടൈപ്സ്. അതെല്ലാം ഉപയോഗിക്കുന്നത് ഡാറ്റയിൽ തന്നെ പല പല ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ട്. ചില ഡാറ്റ നമ്പേഴ്സ് ആയിരിക്കും, ചിലത് ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും, ചിലത് ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണോ, ക്ലാസ് കൊണ്ട് പറ്റുമെന്നാണോ പറയുന്നത്? അതുപോലെയുള്ള ഡാറ്റ ടൈപ്പ് അല്ല, എന്നാൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഒന്നും വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത ടൈപ്സുകളെ ഡിഫൈൻ ചെയ്യാനാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമുക്ക് ഒരു നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അതിനകത്ത് ഒരു നെയിം ഉണ്ട്. ആ നെയിം നമുക്ക് കിട്ടി. പക്ഷെ ആ നെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആരുടെ പേരാണ്, ഇത് പേര് വെച്ച് നമുക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എന്തിനാണ് ഈ പേര് സ്റ്റോർ ചെയ്യുന്നത്, ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യേണ്ടത്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു പേര് കൊണ്ട് മാത്രം നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏജ് എന്ന് പറയുന്നത് ഏജ് ഈക്വൽ 28 എന്നൊരു വാല്യൂ കിട്ടി, അത് നമുക്കൊരു ഇൻഫോർമേഷൻ തരുന്നില്ല. അപ്പോൾ അത് ആരുടെ ഏജ് ആണ്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ കൊണ്ട് മാത്രം നമുക്കൊരു മീനിങ് കിട്ടുന്ന ഇൻഫോർമേഷൻ കിട്ടുന്നില്ല. അത് ഡാറ്റ കളക്റ്റീവ്ലി ഒരുമിച്ച് ചേർത്ത് നമ്മൾ എന്തെങ്കിലും ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു മീനിങ് വരുന്നത്. ഇപ്പോൾ നെയിം, ഏജ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇങ്ങനെ കുറെ ഡാറ്റ ഉണ്ടാവും ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ആൾക്ക്. അപ്പൊ ഇതെല്ലാം ആ പേഴ്സൺ എന്ന് പറയുന്ന ആൾ റിലേറ്റഡ് ഡാറ്റയാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പേഴ്സന്റെ ഡാറ്റ എന്ന് പറയുമ്പോഴാണ് അത് വെച്ച് നമുക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ആ ഡാറ്റയ്ക്ക് ഒരു മീനിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരാൾ തിരിച്ചറിയുന്നത്. അപ്പൊ അത് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, അതൊരു സിമ്പിൾ ടൈപ്പ് അല്ല. പേഴ്സൺ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടൈപ്പ്. അതിന് നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടർ റെപ്രസെന്റ് ചെയ്യും, അയാളുടെ ഡാറ്റ എങ്ങനെ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഒരാളെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, കുറെ ഫീച്ചേഴ്സ്. അപ്പൊ ആ ഫീച്ചേഴ്സ് നമ്മൾ കുറെ ഡാറ്റ ഫീൽഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ആളെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ആ ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതൊരു ടൈപ്പാണ്, ഒരു കോംപ്ലക്സ് ടൈപ്പാണ്. ആ ടൈപ്പിനൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് ഇപ്പൊ പേഴ്സൺ എന്ന് പറഞ്ഞ ടൈപ്പിന് പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ഇമെയിൽ ഐ ഡി ഉണ്ടാവും, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് പേഴ്സൺ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അയാൾക്ക് ഇത്രത്തെ ഫീൽഡ് ഉണ്ടാവും, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീൻസ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ടൈപ്പ്, റിയൽ വേൾഡ് ടൈപ്പുകളെ, ഒബ്ജക്റ്റുകളെ ഡിഫൈൻ ചെയ്യാനാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ പേര്, ഫോൺ നമ്പർ, ഇങ്ങനെ കുറെ ഡാറ്റ കിട്ടി. ഇത് വെച്ച് നമ്മൾ ഒരു ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു പേര് സന്തോഷ് എന്നാണെങ്കിൽ സന്തോഷ്, ആളുടെ പേര് വയസ്സ് 28, ഇങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു വ്യക്തി, ഒരു റിയൽ വ്യക്തിയെ നമുക്ക് കിട്ടും. അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കണം, അയാൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാണെന്ന് ഡിഫൈൻ ചെയ്തൊരു മോഡൽ മാത്രമാണ് ക്ലാസ്. അതൊരു ഇൻടാഞ്ചിബിൾ ആയ കാര്യം, അത് നമുക്ക് ടച്ച് ചെയ്യാനോ ഒന്നും പറ്റുന്നല്ല, അതൊരു കൺസെപ്റ്റ് മാത്രം, അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കണം. എന്നാൽ ആ മോഡലിനനുസരിച്ച് ഒരു റിയൽ ആയിട്ട് ഒരാളുണ്ട്, അത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇപ്പോൾ അതിൽ പറഞ്ഞ എല്ലാ ഡാറ്റയും നമുക്ക് ഓരോ വാല്യൂ കിട്ടുമ്പോൾ ആ സെറ്റ് ഓഫ് വാല്യൂസ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, റിയൽ ആൾ. അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ക്ലാസ് ഒബ്ജക്റ്റ് നമ്മളൊരു റിലേഷൻ എന്ന് പറയുന്നത് അതാണ്. ക്ലാസ് ഒരു ഇതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നതാണ്, ദിസ് ന്യൂ ടൈപ്പ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ടൈപ്പ്. ഈ പുതിയ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ ക്ലാസ് വെച്ച് ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ടൈപ്പിലുള്ള എത്ര ഒബ്ജക്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറയുന്നതാണ്, ദസ് എ ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ എൻ ഓബ്ജക്റ്റ്. ക്ലാസ് എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് ആണ്, ഒരു മോഡലാണ്.
ഇപ്പൊ നമ്മളൊരു അച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇംപ്രഷൻസ് ഉണ്ടാകുന്നു, അച്ചടിക്കുന്നു. അപ്പോൾ ആ മഷി അതിൽ പുരട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം കോപ്പി അത്ര ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ അച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ അച്ച് ആണ് അല്ലെങ്കിൽ ആ സീലാണ് എന്ത് നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത്. അതൊരു മോഡലാണ്. അത് വെച്ച് നമുക്ക് എത്ര ഇംപ്രഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇംപ്രഷൻസ് ആണ്, കോപ്പികളാണ് നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നു കമ്പ്യൂട്ടറിനകത്ത്. അത് ആ കമ്പ്യൂട്ടറിനകത്തുള്ള വേർഡിൽ ടൈപ്പ് ഉണ്ടാകുന്ന ഒരു മോഡലാണ്. അപ്പൊ പക്ഷെ അത് നമുക്ക് തൊടാൻ പറ്റില്ല. പക്ഷെ അത് വെച്ച് അത് നമ്മൾ പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോപ്പി പ്രിന്റ് എടുക്കാം. അപ്പൊ അതാണ് റിയൽ ആയിട്ടുള്ള ഒരു കോപ്പി. അതാണ് അതിന്റെ റിയൽ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മോഡലിന്റെ ഒരു റിയൽ ആയിട്ടുള്ള കോപ്പിയാണ് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് an object is an instance of a class. ഒരു ക്ലാസ്സിന് ഇൻസ്റ്റൻസ് ആണ്, ഒരു പതിപ്പാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ക്ലാസിന്റെ സിന്റാക്സ്. അപ്പോ ഇവിടെ ക്ലാസ് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ ക്ലാസ് വഴി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് പ്രോഗ്രാമിംഗിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതിന്റെ സിന്റാക്സ് ആണിത്. അപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ക്ലാസ്സിന് നമ്മൾ കൊടുക്കുന്ന പേരാണ്. നമ്മളൊരു പുതിയ ടൈപ്പ് ഉണ്ടാക്കുകയാണ്, ആ പേര് നമ്മൾ ഇവിടെ കൊടുക്കും, ക്ലാസ് നെയിം. ഇത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഈ ക്ലാസ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 1, അതുപോലെ എക്സെട്ര ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ n. ഇപ്പോൾ 1 to n ഇൻസ്റ്റൻസ് വേരിയബിൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. എത്ര നമുക്ക് ഇഷ്ടമുള്ള എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പുതിയ ടൈപ്പിനെ ക്ലാസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ്. അപ്പൊ ഇന്റ് ആകാം, ഫ്ലോട്ട് ആകാം. ഇന്റ് ഏജ്, ഫ്ലോട്ട് സാലറി, ഇങ്ങനെ അങ്ങനെ അയാളുടെ ഫീച്ചേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പർട്ടിക്കുലർ നമ്മൾ പുതിയ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആ ടൈപ്പിനുള്ള ആക്ഷൻസ് ആണ്. അയാൾ എന്തെല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് എന്തെല്ലാം ആക്ഷൻസ് വേണം. അയാൾ ഡാറ്റ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ കോപ്പി ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കണം. ഇങ്ങനെയുള്ള ആക്ഷൻസ്, ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ മെത്തേഡായിട്ട് ചെയ്യുന്നത്. മെത്തേഡ് നെയിം എന്ന് പറഞ്ഞാൽ ജാവയിൽ ഫംഗ്ഷന് മെത്തേഡ് എന്നാണ് പറയാം. ഈ ടൈപ്പിന് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര്, പിന്നെ അതിലേക്ക് നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഫംഗ്ഷന്റെ ബോഡി ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, CPP യിൽ നമുക്ക് ക്ലാസ് എഴുതുമ്പോൾ ഡാറ്റ മെമ്പേഴ്സ് എഴുതുന്നു, പിന്നെ മെമ്പർ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ മെമ്പർ ഫംഗ്ഷൻസ് നമ്മൾ പുറത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ജാവയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ജാവയിൽ ഈ ഒരൊറ്റ മോഡലുള്ളൂ. ഈ കാണുന്ന സിന്റാക്സ് പോലെ തന്നെയാണ് ജാവയിലുള്ളത്. ക്ലാസ് ഓപ്പൺ ചെയ്യുന്നു, ഡാറ്റ മെമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നു, മെമ്പർ ഫംഗ്ഷൻസ് എഴുതുന്നു, അവിടെ തന്നെ അതിനെ ബോഡി ഓപ്പൺ ചെയ്ത് ഡിഫൈൻ ചെയ്ത് ബോഡി ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ ഫംഗ്ഷൻസും അതിന്റെ ഡിഫൈൻ ചെയ്തതിനു ശേഷം ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ക്ലാസ് ആയിരിക്കും. ഇതാണ് ജാവയിലുള്ള സിസ്റ്റം. ഇതിന്റെ സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ജാവയില് ക്ലാസ്സിന്റെ സിന്റാക്സ് കണ്ടു, അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ക്ലാസ് ബോക്സ് എന്നാണ്. അപ്പൊ ഒരു ബോക്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു ബോക്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ 3 ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊരു ബോക്സ് ആകുന്നത്. അപ്പൊ മൂന്ന് ഡാറ്റ മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ ഫംഗ്ഷൻസ് ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഡാറ്റ മെമ്പേഴ്സ് മാത്രമേ ഇങ്ങനെയും ക്ലാസ് എഴുതാൻ പറ്റും. അപ്പോ ഇനി ഈ ക്ലാസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ക്ലാസ് എന്ന കീവേഡ് വെച്ച് ബോക്സ് എന്ന പേര് കൊടുത്തു, 3 ഡാറ്റ മെമ്പേഴ്സ് കൊടുത്തു. ഇനി അതിനെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മളൊരു ആക്ച്വൽ ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ക്ലാസ് ഡിഫിനിഷന് ശേഷം ഇങ്ങനെ എഴുതും, ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്. അപ്പൊ ഈ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ടൈപ്പാണ്. അപ്പൊ മൈ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു വേരിയബിൾ കൊടുത്തു, ഈക്വൽ ന്യൂ ബോക്സ്. ഇങ്ങനെയാണ് ജാവയിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ശേഷം മൈ ബോക്സ് എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റൻസ്, ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു കോപ്പി. അതാണ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡൈനാമിക്കലി അതിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യണം ജാവയിൽ. നമ്മൾ ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്ടർ എന്താണെന്നൊക്കെ നമ്മൾ ഇനി പറയും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സിന്റാക്സ്. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ സിന്റാക്സ് പഠിക്കുന്ന പകരം ഇതിന്റെ വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ പേര് കൊടുത്ത ബോക്സ് എന്നാണ്. അപ്പൊ ഇവിടെ പുതിയ ടൈപ്പ് ഡിഫൈൻ ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത് ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ബോക്സ് എന്ന പുതിയ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഈ ബോക്സ് എന്ന ടൈപ്പിന് 3 ഡബിൾ വേരിയബിൾസ് ഉണ്ട്, ലെങ്ത് വിഡ്ത്ത്. അപ്പൊ 3 ഡയമെൻഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുശേഷം നമ്മൾ ബോക്സ് മൈ ബോക്സ് എന്ന് കൊടുക്കുന്ന ശരിക്ക് ഇന്റ് ഒരു ഡാറ്റ ടൈപ്പ് നമുക്കറിയാം. അപ്പൊ ഇന്റ് എ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബോക്സ് മൈ ബോക്സ് എന്ന് പറയുന്നത്. ഇന്റ് എ എന്ന് പറഞ്ഞാൽ ഇന്റിജർ ടൈപ്പുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതുപോലെ ബോക്സ് മൈ ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സ് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ക്ലാസിന്റെ വേരിയബിൾ ആയതുകൊണ്ട് അത് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയും. ക്ലാസിന്റെ വേരിയബിൾ തന്നെയാണ് അത്, പിന്നെ ഓബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എന്താണോ, ഇവിടെ സ്ട്രക്ചർ 3 ഡബിൾ വേരിയബിൾസ്. ഈ സ്ട്രക്ചറിലുള്ള ഒരു മെമ്മറി ഈ മൈ ബോക്സിന് അലോക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഇന്റ് എ എന്ന് പറഞ്ഞാൽ ഇന്റിജർ ടൈപ്പിന്റെ
സൈസ് 32 ബിറ്റ് ആണ്. അപ്പോൾ 32 ബിറ്റ് ഉള്ള ഒരു മെമ്മറി എ എന്ന് പറഞ്ഞ ആ പേരിൽ അലോക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് എന്ന് പറയുന്ന ടൈപ്പിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ അത്രയും സൈസ് 3 ഡബിൾ വേരിയബിൾസുള്ള സ്പേസ് ഈ മൈ ബോക്സ് എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് കൊടുക്കും, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ആദ്യം ബോക്സ് മൈ ബോക്സ് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ന്യൂ ബോക്സ് കൊടുക്കാതെ ചെയ്താൽ അവിടെ സംഭവിക്കുന്ന ഇതാണ്. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റിന്റെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബോക്സ് മൈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് മൈ ബോക്സ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു റെഫറൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ മൈ ബോക്സ് എന്ന് പറയുന്ന വേരിയബിളിന് ഈ ബോക്സ് ടൈപ്പിലുള്ള ഏത് ഒബ്ജക്റ്റിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ അഡ്രസ് ഒന്നും ഇല്ല, കാരണം നമ്മൾ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടില്ല. മെമ്മറിക്ക് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ബോക്സ് എന്ന് കോൾ ചെയ്യണം. ഇത് ചെയ്യണം, പുതിയ ഒരു ബോക്സിനുള്ള മെമ്മറി അലോക്കേറ്റ് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാതെ തന്നെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ആയി മാറും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒബ്ജക്റ്റ് വേരിയബിൾ. പക്ഷെ അത് എങ്ങോട്ടും പോയിന്റ് ചെയ്യുന്നില്ല. അതേസമയം മൈ ബോക്സ് ഈക്വൽ ന്യൂ ബോക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ മൈ ബോക്സ് പേരിലുള്ള ഒരു റെഫറൻസ് നമ്മൾ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുതിയൊരു ബോക്സ് ടൈപ്പിലുള്ള ഒബ്ജക്റ്റിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിന്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്തു ബോക്സ് ടൈപ്പിലുള്ള ഒബ്ജക്റ്റിന്, അതിന്റെ അഡ്രസ്സ് ഇതിന് കൊടുത്തു. അപ്പോൾ ദിസ് റെഫറൻസ് നൗ പോയിന്റ്സ് ടു ദിസ് ഒബ്ജക്ട്. ഈ ഒബ്ജക്റ്റിലേക്കാണ് ഇപ്പോൾ ഇത് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. CPP ഇങ്ങനെ എഴുതിയാൽ മതി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ ജാവയിൽ ഈക്വൽ ടു ന്യൂ ബോക്സ് എന്ന് കൊടുക്കുക തന്നെ വേണം, എന്നാലേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ സിമ്പിൾ ക്ലാസിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അപ്പോ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസിന്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം 2 ബ്രാക്കറ്റ്സ് കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ബോക്സ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിന്റെ പേര്. ആ പേരിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ടർ ആണ്. നിങ്ങൾ CPP പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓർമ്മയുള്ളവർക്ക് ഓർത്ത് നോക്കിയാൽ കിട്ടും. കൺസ്ട്രക്ടർ ഉണ്ടാവും. ആ കൺസ്ട്രക്ടറിനെയാണ് ഈ കോൾ ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ടർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ജാവ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും, നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും, അത് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിമ്പിൾ ആയി ജസ്റ്റ് എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണോ സംഭവിക്കേണ്ടത് അതാണ് ഒബ്ജക്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മെമ്മറി അലോക്കേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഒരു ക്ലാസിന്റെ അകത്തുള്ള ഡാറ്റ മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? ഇപ്പൊ ഇവിടെ ക്ലാസ് ബോക്സിന് 3 ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, ഫംഗ്ഷൻസ് ഒന്നുമില്ല. ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ക്ലാസ് ബോക്സ് ഡെമോ എന്നൊരു വേറെ ക്ലാസ് എഴുതി. അതിന്റെ അകത്ത് മെയിൻ മെത്തേഡ്, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ മെയിൻ മെത്തേഡ് എഴുതി. ഇവിടെ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ ക്ലാസിന്റെ പുറത്താണ് ഈ ക്ലാസ്. ഇവിടെ 2 ക്ലാസ് ഉണ്ട്, ക്ലാസ് ബോക്സ് ഉണ്ട്, ക്ലാസ് ബോക്സ് ഡെമോ ഉണ്ട്. ബോക്സ് ഡെമോക്കകത്താണ് മെയിൻ മെത്തേഡ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടുന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ക്ലാസ്സിനെ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചുകൊണ്ട് കമ്പൈലറിന് അറിയാം ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ബോക്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ കൺഫ്യൂഷൻ ഇല്ല. കമ്പ്യൂട്ടർ ആ ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബോക്സ് 1 മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ബോക്സിന്റെ വിഡ്ത്ത് എന്ന വേരിയബിളിലേക്ക് ആക്സസ് കിട്ടുന്നു. അപ്പൊ അതിലേക്ക് വാല്യൂ ഇങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓബ്ജക്റ്റ് ഡോട്ട് ഡാറ്റ മെമ്പർ ആണ്, അങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻ ആണെങ്കിലും ഓബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ അങ്ങനെ കോൾ ചെയ്യാം. ഇനി ഓബ്ജക്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ബോക്സ് B1 ന്യൂ ബോക്സ്, അപ്പൊ B1 എന്ന് പേരിൽ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ബോക്സ് B2 ക്രിയേറ്റ് ചെയ്തു. പക്ഷേ B2ലേക്ക് ന്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. പകരം B1ന്റെ അഡ്രസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത ഒരു ലൊക്കേഷന്റെ അഡ്രസ് B1ലുണ്ട്, അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ B1ഉം B2 രണ്ടും ഒബ്ജക്റ്റുകളാണ്. പക്ഷെ രണ്ടും ഇതിന്റെ അകത്തുള്ളത് എന്താണ്? ഒരു ന്യൂ ബോക്സ് എന്നൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ അഡ്രസ് ആണ് B1 ഉണ്ടായിരുന്നത്, അത് B2നും കൊടുത്തു. അപ്പൊ രണ്ടുപേരും പോയിന്റ് ചെയ്യുന്നത് സെയിം മെമ്മറിയിലേക്കാണ്, സെയിം ഒബ്ജക്റ്റിലേക്കാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒബ്ജക്റ്റ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ടൈപ്പിലുള്ള ബോക്സ് ടൈപ്പിലുള്ള ഏത് ഒബ്ജക്റ്റിന്റെ അഡ്രസ്സും എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് റെഫറൻസിലേക്ക് കൊടുക്കാം. ആ സെയിം ടൈപ്പ് ആയിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ക്ലാസ്, അതിന്റെ ഡാറ്റ മെമ്പേഴ്സ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാനുള്ളത് ഇൻട്രൊഡ്യൂസിങ് മെത്തേഡ്സ്, അതായത് മെത്തേഡ്സ്, ഫങ്ഷൻസ് എങ്ങനെയാണ് ഒരു ക്ലാസ്സിനകത്ത് എഴുതുന്നത് എന്നാണ്. അപ്പോ
ക്ലാസ്സിനകത്ത് സാധാരണ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സ്, പിന്നെ മെത്തേഡ്സ്. അപ്പോൾ ജാവയിൽ മെത്തേഡ്സ് എന്നാണ് പറയുന്നത് ഫംഗ്ഷന്. ഇനി മുതൽ മെത്തേഡ്സ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഒരു മെത്തേഡിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബോഡി ഓഫ് ദ മെത്തേഡ്, ഇവിടെ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നു, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ടൈപ്പ് എന്ന് റിട്ടേൺ ടൈപ്പ് ആണ്. നെയിം നമ്മൾ ഫംഗ്ഷന് നമ്മൾ കൊടുക്കുന്ന പേര്. പാരാമീറ്റേഴ്സ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെങ്കിൽ ആ പാരാമീറ്റേഴ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഒരു റിട്ടേൺ ടൈപ്പ് വോയിഡ് അല്ലാത്ത റിട്ടേൺ ടൈപ്പുള്ള എല്ലാ ഫംഗ്ഷനും എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. ഇപ്പോൾ വോയിഡ് ആണെങ്കിൽ പിന്നെ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട. വോയിഡ് അല്ലെങ്കിൽ ഒരു ആ ഏത് ടൈപ്പ് ആണോ റിട്ടേൺ ടൈപ്പുള്ള ആ ടൈപ്പുള്ള വാല്യൂ റിട്ടേൺ ചെയ്യണം. ഇങ്ങനെയാണ് അതിന്റെ റൂള്. അപ്പോൾ ക്ലാസ്സിനകത്ത് ഡാറ്റ മെമ്പേഴ്സും ഉണ്ടാവും, മെമ്പർ ഫംഗ്ഷൻസും ഉണ്ടാവും. അതിന്റെ സിന്റാക്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ബോക്സ് എന്ന ക്ലാസ് തന്നെ എടുത്തു. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. ബോക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ഉണ്ട്, ഒരു ലെങ്ത്. പിന്നെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത് വോയിഡ് വോളിയം എന്നുള്ളതാണ്. വോളിയം എന്നൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വോളിയം ഈസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വോളിയം കിട്ടാൻ നമുക്ക് ഒരു ബോക്സിന്റെ വോളിയം കിട്ടാൻ അതിന്റെ 3 വശങ്ങളോടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രിന്റലിനകത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. വോളിയം ഈസ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇവിടെ എത്തുന്നതോടെ ക്ലാസ് ഡെഫിനിഷൻ തീർന്നു. ഇനി നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചു. പക്ഷെ ഇതിനെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, ഇതിനെ യൂസ് ചെയ്യണമെങ്കിൽ, ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ ഫംഗ്ഷൻ കോൾ ചെയ്ത് വോളിയം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഓബ്ജക്റ്റ് ആണ് റിയൽ ആയിട്ടുള്ളത്. ഇതിപ്പോ ഒരു മോഡൽ മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്, അതിന്റെ റിയൽ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ ബോക്സ്, മൈ ബോക്സ് ന്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ ഒരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഈ 3 ഫീൽഡുകൾക്കും സ്പേസ് ഉണ്ടാവും. 3 ഡബിൾ വേരിയബിൾസിന് സ്പേസ് ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടുത്തെ റിയൽ റൺ ടൈം എൻറ്റിറ്റി എന്ന് പറയും. അപ്പൊ പ്രോഗ്രാമിംഗിന്റെ കേസ് വരുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റൺ ടൈം എൻറ്റിറ്റി ആണ്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്, റിയൽ വേൾഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പ്രോഗ്രാമിംഗിൽ വരുമ്പോൾ ഒബ്ജക്റ്റ് റൺ ടൈം എൻറ്റിറ്റി ആണ്. മറ്റേത് റിയൽ വേൾഡ് എൻറ്റിറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. പ്രോഗ്രാമിംഗിൽ അത് റൺ ടൈം എൻറ്റിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് ആ ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് റൺ ടൈം എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് അതിലെ 3 വേരിയബിൾസിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ്സിന് പുറത്ത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾസ് ആക്സസ് ചെയ്യില്ല. ഇതൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കാണിച്ചതാണ്. ഇങ്ങനെയാണ് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വാല്യൂസ് അസൈൻ ചെയ്ത് നമ്മൾ അതിന്റെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ മെത്തേഡ്സ്, ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും ഉള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ക്ലാസ്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്ടേഴ്സ് ആണ്. അപ്പോൾ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്കറിയാം. ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം ബ്രാക്കറ്റ്. അങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒബ്ജക്റ്റിനകത്തുള്ള വേരിയബിൾസിനൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കൺസ്ട്രക്ടർ എന്ന്. ശരിക്കും ഇതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ അതേ പേരിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് ഇൻ വിച്ച് ഇറ്റ് റിസൈഡ്സ്. ഏത് ക്ലാസ്സിനകത്താണോ അത് ഇരിക്കുന്നത് ആ ക്ലാസിന്റെ അതേ പേരിലാണ് നമ്മൾ ആ കൺസ്ട്രക്ടർ. അത് ഒരു മെത്തേഡിന്റെ അതേ സിന്റാക്സ് ആണ് അതിനുള്ളത്. ഒരു ഫംഗ്ഷൻ തന്നെ, പക്ഷെ പേര് ക്ലാസിന്റെ പേരായിരിക്കുന്നുള്ളൂ. ഒരിക്കൽ നമ്മൾ ഡിഫറൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ആ കൺസ്ട്രക്ടറിൽ അകത്ത് നമ്മൾ എഴുതിയ കോഡും കൂടെ റൺ ആവും പുറകിൽ. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന പുറമെ നമ്മൾ എഴുതിയ കോഡ് കൂടെ റൺ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണോ തുടക്കത്തിൽ ചെയ്യേണ്ടത്, വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യണോ, റീഡ് ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. കൺസ്ട്രക്ടറിന്റെ മറ്റൊരു പ്രത്യേകത റിട്ടേൺ ടൈപ്പ് ഇല്ല എന്നാണ്. നമ്മൾ ഒരിക്കലും റിട്ടേൺ ടൈപ്പ് ചെയ്താറില്ല. ഇപ്പൊ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി, അത് നമ്മൾ തന്നെ കോഡ് എഴുതി ഒരു കൺസ്ട്രക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ജാവ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ബിഹൈൻഡ് ദ സ്ക്രീൻ റൺ ചെയ്യും. അത് നമുക്ക് കാണില്ല. നമ്മൾ കോഡ് എഴുതിയിട്ട് അതിനകത്ത് കോഡ് ചെയ്ത് അത് റൺ ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അത് ജസ്റ്റ് കോഡ് റൺ ചെയ്യും, പക്ഷെ അതിനകത്ത് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. മെമ്മറി അലോക്കേറ്റ് സമയത്ത് റൺ ചെയ്യും. അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പിന്നെ വേണമെങ്കിൽ ആ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അത് നമുക്ക് കോഡ് ചെയ്താം. അപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസ് ഓൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ടു 0. എല്ലാ ഇൻസ്റ്റൻസ് വേരിയബിളിനും 0 ആയിട്ട് അത് ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്താൽ പിന്നെ
ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അവിടെ ഉണ്ടാവില്ല. നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന സിസ്റ്റം അല്ലെങ്കിൽ കമ്പൈലർ അല്ലെങ്കിൽ JVM ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടറാണ്. നമ്മൾ അതിനെ ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഫൈൻ കഴിഞ്ഞാൽ അതിനെ ഓവർ റൈഡ് ചെയ്ത പോലെയാണ്. പിന്നെ പഴയ ഡെഫിനിഷൻ ഉണ്ടാവില്ല, പുതിയൊരു ഡെഫിനിഷന് നമ്മൾ കൊടുത്ത ഡെഫിനിഷൻ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത് ബോക്സ് എന്ന ക്ലാസ്സിന് അതിൻ്റെ അത് ഇൻസ്റ്റൻസ് വേരിയബിൾ അതുപോലെ ഒക്കെ നമ്മൾ കാണിച്ചിട്ടില്ല സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ആ കൺസ്ട്രക്ടർ മാത്രം എഴുതിയിട്ടുണ്ട്, ബോക്സ് എന്ന് പറഞ്ഞ പേര്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ, പക്ഷേ പേര് ക്ലാസിന്റെ പേരാണ്. ഇതാണ് കൺസ്ട്രക്ടർ. അതിൻ്റെ അകത്ത് നമ്മൾ 3 വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ മെത്തേഡ്സ്, വോളിയം മെത്തേഡൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബോക്സ് മൈ ബോക്സിൽ ന്യൂ ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ന്യൂ ബോക്സ് എന്ന് പറയുമ്പോൾ ബോക്സ് ബ്രാക്കറ്റ് ഒരു ഫംഗ്ഷൻ കോളിംഗ് പോലെയാണ് പറയുന്നത്. ബോക്സ് ബ്രാക്കറ്റ് ഫംഗ്ഷൻ അത് ഈ ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ഈ ബോക്സ് ബ്രാക്കറ്റിലുള്ള കൺസ്ട്രക്ടറിനെയാണ് അത് കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് കോൾ ചെയ്യുന്നത് ആ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെയാണ്. നമ്മളൊന്നും ചെയ്യാതെ തന്നെ ജാവ ക്രിയേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്ടറിനെയാണ് ഈ കോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എഴുതിയ ഈ കൺസ്ട്രക്ടറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും ആ മെമ്മറിയിലെ ഈ 3 വേരിയബിൾസിന് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൈ ബോക്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിലെ 3 ഈ വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യും. കാരണം ഈ കൺസ്ട്രക്ടർ അവിടെ റൺ ആവും. ഈ ഒബ്ജക്റ്റിന്റെ ക്രിയേഷൻ ടൈമിൽ ഏത് കൺസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുന്നത് ആ കൺസ്ട്രക്ടറിന്റെ കോഡ് ആ ഒബ്ജക്റ്റിലാണ് വർക്ക് ചെയ്യുക, ഈ ഒബ്ജക്റ്റിന്റെ മെമ്മറിയിലാണ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ വേറെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു, വോളിയം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കേണ്ട, മെയിൻ മെത്തേഡ് വാല്യൂസ് കൊടുത്തില്ല, അത് കൺസ്ട്രക്ടർ റൺ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് തന്നെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കൺസ്ട്രക്ടറിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കുറിച്ചാണ്. അതിന് ബ്രാക്കറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഉണ്ടാകും, പക്ഷെ അതിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പാരാമീറ്റേഴ്സ് കൊടുക്കാം, ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന പോലെ തന്നെ പാരാമീറ്റേഴ്സ് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് അതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബോക്സ് എക്സാമ്പിൾ ക്ലാസ് ബോക്സ്, അതിൻ്റെ അകത്ത് ബോക്സ് ബ്രാക്കറ്റിനകത്ത് 3 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. അത് വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് ഇത് 3 ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കൺസ്ട്രക്ടറിന്റെ ഡെഫിനിഷൻ ഇവിടെ തീർന്നു. അപ്പൊ ഈ നമ്മൾ പാസ് ചെയ്ത വാല്യൂസ് വെച്ചിട്ടാണ് ഈ 3 വേരിയബിൾസിനെ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കുകയായിരുന്നു ഇതിന് മുമ്പത്തെ എക്സാമ്പിളിൽ. ഇവിടെ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കേസിൽ ഇവിടെ പാസ് ചെയ്ത് കിട്ടിയ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ പാസ് ചെയ്യുന്ന എവിടുന്നാണ്? മെയിൻ മെത്തേഡ് നമ്മൾ മൈ ബോക്സ് ന്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോക്സിനകത്ത് 3 വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ ഇതിന് മാച്ച് 3 വേരിയബിൾസ് ഉള്ള കൺസ്ട്രക്ടർ ഏതാണ് ആ കൺസ്ട്രക്ടറിനെയാണ് ഇപ്പോൾ ഇൻവോക്ക് ചെയ്യുക. അപ്പോൾ ഈ മൈ ബോക്സ് 1 എന്നുള്ള ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ 3 പാരാമീറ്റേഴ്സ് ഉള്ള ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. ആ കൺസ്ട്രക്ടർ ഇതാണ്. അപ്പോൾ ഈ 3 വാല്യൂസ് ഇവിടെ 10 വരും, ഇവിടെ 20 വരും, ഇവിടെ 15 വരും. അത് 3 കറസ്പോണ്ടിങ് അസൈൻ ചെയ്യും. അങ്ങനെ നമുക്ക് പാരാമീറ്റേഴ്സിലൂടെയും ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യാം. അടുത്തൊരു ജസ്റ്റ് കൺസെപ്റ്റ് കൂടെ പറഞ്ഞാൽ ദിസ് എന്ന് പറഞ്ഞ കീവേഡ് ആണ്. ഇങ്ങനെ നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ വിഡ്ത്ത് എന്നുള്ള വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഡ്ത്ത് ഇവിടെ നമുക്ക് ഡബിൾ വിഡ്ത്ത് എന്ന് ഇവിടെയും കൊടുക്കാം, ഈ പാരാമീറ്റേഴ്സിന്റെ പേരിലും കൊടുക്കാം. അപ്പോൾ വിഡ്ത്ത് ഈക്വൽ ടു വിഡ്ത്ത് എന്ന് വരും ഇവിടെ, അങ്ങനെ എഴുതാം, പോസിബിൾ ആണ്. കാരണം പാസ് ചെയ്യുന്ന വാല്യൂ പാരാമീറ്റേഴ്സിന്റെ പേര് വിഡ്ത്ത് ആണ്. എന്നാൽ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്ലാസിന്റെ ഡാറ്റ മെമ്പർ ആണ്, ക്ലാസിന്റെ വേരിയബിൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. അപ്പോൾ ഇവിടെ ദിസ് ഉപയോഗിക്കുന്നത്, ദിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണോ ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ വേരിയബിൾ, ആ ഒബ്ജക്റ്റിന്റെ അകത്തുള്ള മെമ്മറി സ്പേസിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്ന വേരിയബിളാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പാസ് ചെയ്ത് വന്ന വിഡ്ത്ത് അസൈൻ ചെയ്യുന്നു. അങ്ങനെ റെഫറൻസ് ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ഇൻവോക്ഡ് ആയത് ആ ഇൻവോക്കിംഗ് ഓബ്ജക്റ്റിനെ തിരിച്ചറിയാനാണ് ദിസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കൺസെപ്റ്റുകളാണ് ഇന്ന് പറയാനുള്ളത്. ഇന്ന് കുറെ കൺസെപ്റ്റുകൾ പറഞ്ഞു. പിന്നെ ഇതുവരെ ക്ലാസ് ഒബ്ജക്റ്റ് ഫംഗ്ഷൻ, അതിനകത്ത് ഫംഗ്ഷൻ കൺസ്ട്രക്ടർ, ഇതൊക്കെ നമ്മൾ CPP പഠിച്ചാണ്. ഇനി ഇത് ഞാൻ ജസ്റ്റ് അതിന്റെ സിന്റാക്സും എക്സാമ്പിൾസും മാത്രമാണ് പറഞ്ഞത്. ഈ ടോപ്പിക്കിന്റെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഗ്രാമൊക്കെ വെച്ചിട്ട് ഉള്ള ക്ലാസ് ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ വളരെ ഫാസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ആ ടോപ്പിക്സ് ഒന്ന് റൺ ചെയ്ത് പോവാണ് ചെയ്തത്. ഇനി ഇതിൽ ഓരോ ടോപ്പിക്കും പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അത് മുതൽ നമ്മൾ പ്രോഗ്രാമിംഗ് തുടങ്ങും. ഓക്കെ, താങ്ക് യു.